ഇന്നൊരു അറബിക് റൈസിൻ്റെ റെസിപ്പി ആയാലോ? സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൂടുതൽ സാധനങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 3 വലിയ പഴുത്ത തക്കാളി അരിഞ്ഞിട്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ നല്ല വലുപ്പത്തിലുള്ള സവാളയാണെങ്കിൽ ഒരു സവാള ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അതവിടെ മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ബിരിയാണി ഈ ഒരു റൈസ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൽ പട്ട, കറിയാമ്പ്, ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അതിലേക്ക് നമ്മൾ ഈ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും സവാളയും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ച മണം പോകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. കൂടുതലായിട്ട് തീ കൂട്ടി വെക്കരുത്, മീഡിയം ടു ലോ ടു മീഡിയത്തിൽ വെക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഈ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് രണ്ടെണ്ണം ഞാൻ കൈവച്ച് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാഗി ക്യൂബ് അതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ. പിന്നീട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ക്യാപ്സിക്കം, ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ചതച്ചതോ എന്താണെന്ന് വെച്ചാൽ അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഈ വക ഐറ്റംസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഇടുന്ന, അതായത് കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതും കൂടി ചേർത്തിട്ടുണ്ടല്ലോ, നന്നായിട്ട് അതിൻ്റെ നമ്മൾ ഈ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കൂലേ, അത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഫ്ലെയിം വെച്ചിട്ട് ചെയ്യരുത്, മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇതാക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കിട്ടിയോന്നൊരു ഡൗട്ട്, അതും ആഡ് ചെയ്ത് കൊടുക്കുക. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ള, പിന്നെ നമ്മുടെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഒരു ഇച്ചിരി വെള്ളം, അതായത് നമ്മൾ ഈ തക്കാളിയും സവാളയും അരച്ചെടുത്ത ജാറിലേക്ക് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഇളക്കി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക. ഈ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ടൊന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നല്ലോണം തിളച്ചൊരു അത്യാവശ്യം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ മാത്രമേ വേണ്ടൂ കേട്ടോ, അല്ലാണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. എന്നിട്ട് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പോയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി തൊട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്, നന്നായിട്ട് ഫുള്ളായിട്ട് വെന്ത് വന്നിട്ടില്ല, ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന റൈസും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത് തിളച്ച വെള്ളം ഉണ്ടോ, അതായത് നമ്മൾ എടുക്കുന്ന റൈസിനനുസരിച്ചുള്ള വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന റൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അഥവാ അരി എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. മസാലയിൽ ഒരു ഇച്ചിരി വെള്ളമുണ്ട്, അതിൻ്റെ ഒരു കണക്കിൽ ബേസിസിലായിരിക്കണം, നമ്മൾ കൂടി പോകരുത്. വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മാഗി ക്യൂബിൽ നമുക്ക് അത്യാവശ്യത്തിന് ഉപ്പ് ഉണ്ട്, നോക്കുമ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടിപ്പോവാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഒരു സിമ്മിലൊന്ന് അടച്ചു വെച്ചില്ലേ നമ്മുടെ അറബിക് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 3-4 കഷ്ണം 3-4 പീസ് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഒരു റൈസ് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട, കുറച്ച് സാധനങ്ങൾ മതിയല്ലോ. ഇതിപ്പോൾ നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കഴിച്ചു നോക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഒട്ടും വെള്ളമൊന്നുമില്ല, റൈസൊക്കെ നല്ല വേറെ വേറെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് മയോണൈസോ അച്ചാറോ ചമ്മന്തിയോ എന്ത് വേണമെങ്കിലും കൂട്ടിയിട്ട് കഴിച്ച് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട.
ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ലൈക്ക് പ്ലീസ്, ഒരു ലൈക്ക് അടിക്കുന്നതിന് ഒന്നും ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.